യെസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർത്ത് സ്റ്റാൻഡേർഡിലെ മാത്സ് കേട്ടോ, ഗണിതത്തിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ബിയോണ്ട് തൗസൻഡ്സ്, ആയിരവും കടന്നു എന്നുള്ളതിൻ്റെ ബാക്കി ഭാഗമാണ് കേട്ടോ. ഓക്കെ, നോക്കാം നമുക്ക്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഫോർ ദ റേസ് ദ ഓർഗനൈസിംഗ് കമ്മിറ്റി ഹാഡ് ഗിവൺ നമ്പേഴ്സ് ഫ്രം 5000 to 5015 to the cards. How many cards were in the race? ഓക്കെ, ഈ ഫോർ ദ റേസ് അല്ലേ, എന്താ റേസ് എന്ന് പറഞ്ഞാൽ ഓട്ട മത്സരം അല്ലേ. അതിലെന്താണ് ആ കമ്മിറ്റി എന്താക്കി, 5000 മുതൽ അല്ലേ 5000 മുതൽ 5050 വരെ എന്താക്കി കാറുകൾക്ക് നമ്പർ കൊടുത്തു അല്ലേ. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി കാർസ് വേർ ഇൻ ദ റേസ്, അപ്പോൾ എത്ര കാറാണ് ഉള്ളതെന്നാണ് ചോദിച്ചത്. അപ്പോൾ നോക്കിയേ, 1 മുതൽ 5 വരെ എന്ന് പറയുമ്പോൾ 1 മുതൽ 5 വരെ എന്ന് പറയുമ്പോൾ എത്രയാണ് നമ്മളത്? 1 2 3 4 5 5 അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം, 5ന്ന് 1 കുറച്ചിട്ട് കിട്ടുന്ന ഉത്തരത്തിനോട് 1 കൂട്ടുക കേട്ടോ. അപ്പോൾ 5 - 1 എത്രയാ? അപ്പോൾ 5 - 1 4 കിട്ടും അല്ലേ. ആ 4നോട് 1ഉം കൂടി അവിടെ കൂട്ടുക കേട്ടോ. അപ്പോൾ 5 എണ്ണം അല്ലേ. ഇനി നോക്കിയാൽ ഒരു 1 മുതൽ 10 വരെ കൊടുക്കുകയാണെങ്കിൽ എത്ര നമ്പർ ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 നമ്പറാണ് ഉള്ളത് അല്ലേ. അപ്പോൾ 10 നമ്പർ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ വരുമ്പോൾ 10ന്ന് 1 കുറയ്ക്കുക അല്ലേ. അപ്പോൾ എത്രയാ? 10ന്ന് 1 കുറച്ച് 9, 9നോട് 1ഉം കൂടി കൂട്ടി, അപ്പോൾ 10 നമ്പർ. അതേപോലെ എന്താണ് 5000ൽ നിന്ന് എന്താണ് 5050ൽ നിന്ന് 5000 കുറയ്ക്കുക, എന്നിട്ട് 1 അങ്ങോട്ട് കൂട്ടുക. ഓക്കെ, അപ്പോൾ 5050ൽ നിന്ന് ഇപ്പോൾ 5050ൽ നിന്ന് 5000 കുറച്ചാൽ എത്രയാ? 50 അല്ലേ. 50നോട് 1ഉം കൂടി കൂട്ടുക, 51. അപ്പോൾ മൊത്തം എത്ര കാറാണ്? 51 കാറ് അല്ലേ. എന്താണ് ചോദ്യം? കാർ റേസിൽ പങ്കെടുക്കുന്ന കാറുകൾക്ക് സംഘാടന സമിതി രജിസ്റ്റർഡ് നമ്പറുകൾ കൊടുത്തിരിക്കുന്നു. 5000 മുതൽ 5050 വരെയുള്ള നമ്പറാണ് കൊടുത്തത്. മത്സരത്തിൽ എത്ര കാറുകൾ പങ്കെടുത്തു അല്ലേ. ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിലോ നിങ്ങൾക്ക് 5000 മുതൽ 5050 വരെ ചെയ്യാം അല്ലേ. എന്താ ഞാൻ പറഞ്ഞത്? ആദ്യം എന്താ പറഞ്ഞത്? 5050ന്ന് 5000 കുറയ്ക്കുക, എന്നിട്ട് 1 കൂട്ടുക. അല്ലെങ്കിൽ നിങ്ങൾ 5000 മുതൽ 5050 വരെ എഴുതുക. ഇതാ ഇങ്ങനെ എഴുതുക. അങ്ങനെ എഴുതുമ്പോൾ നമ്മൾക്ക് എന്നിട്ട് എന്താക്കുക? എണ്ണി നോക്കുക. എണ്ണി നോക്കിയിട്ട് എത്ര എണ്ണമാണ് ഉള്ളത് നോക്കുക. എന്നിട്ട് അപ്പോൾ എത്ര കാറാണ്? എണ്ണി നോക്കിയേ, ഇതാ 5000 മുതൽ ഇങ്ങനെ എഴുതുക കേട്ടോ. അപ്പോൾ എണ്ണി നോക്കിയാൽ എത്ര? 51 എണ്ണം ഉണ്ടാവും അല്ലേ. അപ്പോൾ 51 കാർ എന്ന് പറയാം കേട്ടോ. 51 കാർസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താ നോക്കിയാൽ, എന്താണ്? Write 4-digit number using all the digit 5407. How many can you write? Draw the largest number in an abacus. Write this number in words. എന്താണ്? 5 4 0 7 എന്നീ അക്കങ്ങളെല്ലാം ഉപയോഗിച്ച് എന്താണ് 4 സംഖ്യകൾ 4-digit നമ്പർ എഴുതാനാണ് അല്ലേ പറഞ്ഞിരിക്കുന്നത്. എത്ര സംഖ്യകൾ എഴുതാൻ കഴിഞ്ഞു? ഏറ്റവും വലിയ 4 സംഖ്യ അബാക്കസിൽ വരയ്ക്കുക. ഈ സംഖ്യ അക്ഷരത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കുക, നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ നമുക്ക് ഇങ്ങനെ 5 4 0 7 എന്നീ നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട് 4 സംഖ്യകൾ എഴുതുന്നത് നോക്കിയേ. ഇതാ ഇങ്ങനെയൊക്കെ എഴുതാം കേട്ടോ. നോക്കൂ, 4057 4075 4507 അങ്ങനെ എഴുതാം നമുക്ക്. ഓക്കെ, ഇനി അതിലൊരു ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞിട്ടുണ്ട്. എന്താണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഇതിൽ ഏറ്റവും വലിയ 4 സംഖ്യ അബാക്കസിൽ വരയ്ക്കുക. ഈ സംഖ്യ അക്ഷരത്തിൽ എഴുതാനും പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നോക്കിയേ, ഏറ്റവും വലിയ സംഖ്യ ഇതിൽ ഏതാണ്? നോക്കൂ, ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? ഇതാണ് അല്ലേ, 7540 അല്ലേ. അത് നമുക്ക് എന്താക്കുക? അബാക്കസിൽ വരയ്ക്കുക അല്ലേ. അപ്പോൾ അബാക്കസിൽ എന്താണ്? 1000ൻ്റെ അവിടെ അല്ലേ, 1000ൻ്റെ അവിടെ അല്ലേ. മലയാളമുള്ളവർ 1000 എഴുതുക, ഇംഗ്ലീഷിലുള്ളവർ എന്താക്കുക? 1000 എഴുതുക അല്ലേ. 1000, പിന്നെ ഇത് എത്രയാണ്? ഇത് 100, ഇത് 10, ഇത് 1 അല്ലേ. ഓക്കെ, അപ്പോൾ എന്താ 7540 അല്ലേ. അപ്പോൾ ആ 1000ൻ്റെ അവിടെ 7 ആണ്. 1 2 3 4 5 6 7 അല്ലേ. ഇനി 100ൻ്റെ അവിടെ 5 1 2 3 4 5 അല്ലേ. ഇനി 10ൻ്റെ അവിടെ 4 അല്ലേ. 1 2 3 4 അല്ലേ. പിന്നെ 1ൻ്റെ അവിടെ ഒന്നുമില്ല, 0 ആണല്ലോ അല്ലേ. അങ്ങനെ എഴുതുക കേട്ടോ. ഓക്കെ, ദെൻ അപ്പോൾ ഇതിനെങ്ങനെയാണ് പറയുക? 7540. ഓക്കെ, 7540 ഇത് എഴുതുക. മലയാളത്തിലാണെങ്കിലോ 7540 എന്ന് എഴുതുക കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. Write all numbers from 9999 to 10100 which have 0 in the ones place. എന്താ അവിടെ പറഞ്ഞത്? ഈ 9999നും 10100നും ഇടയിലുള്ളതും 1ൻ്റെ സ്ഥാനത്ത് 0 വരുന്നതുമായ എല്ലാ സംഖ്യകളും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതാണ്? 10000 അല്ലേ. പിന്നെ 10010, 10020, 10030, 10040, 10050, 10050, 10060, 10070, 10080, 190, 11100 അല്ലേ.
ഒന്നിൻ്റെ സ്ഥാനത്ത് എന്താ 0 വരണം എന്നും പറഞ്ഞില്ലേ. അപ്പം 10,100 വരെയാണ് എഴുതാനും പറഞ്ഞിരിക്കുന്നത് അല്ലേ. അതുകൊണ്ടാണ് എന്ത് ഇങ്ങനെ എഴുതിയത് അല്ലേ. 10,010 10,020 അങ്ങനെ എഴുതി 10,100 വരെ എഴുതി. ഓക്കെ, മനസ്സിലായല്ലോ. വൺസിൻ്റെ സ്ഥാനത്ത് 0 വരണം, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. നെക്സ്റ്റ് എന്താണ്, കംപ്ലീറ്റ് ദ പാറ്റേൺസ് ബിലോ അല്ലേ. അപ്പോൾ ഈ പാറ്റേൺ എന്താണ്, കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. പാറ്റേൺ പൂർത്തിയാക്കുക. നോക്കൂ പാറ്റേൺ 10,150, 10,200, 10,250, പിന്നെ 10,300. ഇവിടെ എന്താണ് കൂടി പോകുന്നത്, 50 കൂടി പോകുന്നത് അല്ലേ. അപ്പോൾ 10,300, 10,350, 10,400, 10,450, 10,500 അല്ലേ. അപ്പോൾ 10,250 into 10,300, 10,350, 10,400, 10,450, 10,500. ഓക്കെ, ദെൻ നെക്സ്റ്റ് പാറ്റേൺ നോക്കൂ, 1,500 ആണ് അല്ലേ. അപ്പോൾ 1,500 ആകുമ്പോൾ എന്താ വരുന്നത്, അവിടെ അടുത്ത 2,600 ആണ് അല്ലേ. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞിരുന്നത്, രണ്ടാമത്തതും ഒന്നാമത്തതും കൂടി മൈനസ് ചെയ്യുക, എന്നിട്ട് എന്താണോ കൂടി വരുന്നത് അതാണ് എന്താക്കുന്നത്, നിങ്ങൾ കൂട്ടി പോകേണ്ടത് അല്ലേ. ഇനി കുറഞ്ഞാണ് വരുന്നതെങ്കിൽ എന്താക്കുക, ആദ്യത്തേന്ന് രണ്ടാമത്തെ കുറച്ചിട്ട് എന്താക്കുക, അത് കുറച്ച് വരിക കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കൂടി തന്നെ വരുന്നത് അല്ലേ. അപ്പോൾ 1,500, 2,600 ഇത് എത്രയാണ് കൂടി വരുന്നത്, ഇവിടെ 2,600 1,500 കുറച്ചാൽ എത്രയാ, 600 അല്ലേ. അപ്പോൾ 600 കൂടി വരുന്നത് അല്ലേ. അപ്പോൾ 2,600 600 അല്ല, 2,600 മൈനസ് 1,500 എത്രയാണ്, 1,100 ആണ് അല്ലേ. 1,100 എന്താക്കുന്നത് ഇവിടെ കൂടുന്നത് അല്ലേ. ഇനി അടുത്തൊന്നും നോക്കിയാൽ 3,700 നിന്ന് 2,600 ഒന്ന് മൈനസ് ചെയ്ത് നോക്കിയാൽ എത്ര കിട്ടുന്നത്, 1,100 അല്ലേ. അപ്പോൾ ഇവിടെ 1,100 കൂടി വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത് 3,700 പ്ലസ് 1,100 നിങ്ങൾ പ്ലസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് 4,800 കിട്ടും. ഇനി 4,800 1,100 അല്ലേ പ്ലസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താക്കും, 5,900 കിട്ടും. പിന്നെ ഇതിനോട് നമ്മൾ 1,100 അല്ലേ 1,100 എന്താക്കുക, പ്ലസ് ചെയ്യുക. അപ്പോൾ 7,000 കിട്ടും. 7,000 1,100 പ്ലസ് ചെയ്താൽ 8,100 കിട്ടും. 8,100 1,100 പ്ലസ് ചെയ്താൽ 9,200 അല്ലേ. അപ്പോൾ അതെന്താണ്, നമ്മൾ കൂടി ഇവിടെ ആദ്യം രണ്ടും കൂടി മൈനസ് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്താണ്, അത് ഇങ്ങനെ സൈഡിൽ നിങ്ങൾ എന്താക്കുക, അത് ഈ നമ്പർ എഴുതിയിട്ട് അതിനോട് കിട്ടിയ ഉത്തരം നമ്മൾ എന്താക്കുക, പ്ലസ് ചെയ്ത് പോവുക കേട്ടോ. ദെൻ നെക്സ്റ്റ് പാറ്റേൺ ഏതാ അറിയാലോ. ദെൻ നെക്സ്റ്റ് നോക്കൂ, 14,500 ആണ് അല്ലേ. 14,500 ആണ് അല്ലേ. 14,500 പിന്നെ അടുത്ത് എന്താ 15,250 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് കൂടി വരുന്നത്, 750 അത് രണ്ടും കൂടി മൈനസ് ചെയ്ത് നോക്കുക അല്ലേ. അത് രണ്ടും കൂടി മൈനസ് ചെയ്താൽ എന്ത് കിട്ടുക, 750 കിട്ടും അല്ലേ. ഇനി അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ എന്താ, മൂന്നാമത്തെ രണ്ടാമത്തെ കൂടി മൈനസ് ചെയ്ത് നോക്കുക. അത് 750 തന്നെയാണ് കിട്ടുന്നത് നോക്കുക. ചില കേസിലൊക്കെ നമുക്ക് എന്താണ് ഇത് വരലുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ്, മൂന്നാമത്തേന്ന് രണ്ടാമത്തതും കൂടി മൈനസ് ചെയ്ത് നോക്കുക. അപ്പോൾ അത് ആ സംഭവം തന്നെയാണ് വരുന്നതെങ്കിൽ എന്താക്കുക, നമുക്കിവിടെ 750 തന്നെ കൂടി വരുന്നത്. ഇനി ഇതിന്ന് 750 കൂട്ടുക അല്ലേ. 16,000 പ്ലസ് 750 അല്ലേ. 16,000 പ്ലസ് 750 പ്ലസ് ചെയ്യുക. അപ്പോൾ 16,750 കിട്ടും. ഇനി 16,750 750 പ്ലസ് ചെയ്താൽ എന്ത് കിട്ടും, 17,500 കിട്ടും. 17,500 750 പ്ലസ് ചെയ്താൽ 18,250 കിട്ടും. 18,250 750 പ്ലസ് ചെയ്താൽ എന്ത് കിട്ടും, 19,000 അല്ലേ. 19,000 കിട്ടും കേട്ടോ. ഓക്കെ, ഇനി ഹൂ ആം ഐ, ഞാൻ ആരാന്ന് ചോദിച്ചു അല്ലേ. ഞാൻ എന്താണ്, നമ്പർ ബിറ്റ്വീൻ 4,000 and 5,000. എന്താണ്, ഞാൻ ആരാതാ, 4,000-നും 5,000-നും ഇടയിലുള്ള സംഖ്യയാണ് അല്ലേ. ഇനി ദ നമ്പർ ഇൻ ദ വൺസ് പ്ലേസ് ഈസ് ഡബിൾ ദ നമ്പർ ഇൻ ദ തൗസൻഡ്സ് പ്ലേസ്. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, 1000-ന്റെ സ്ഥാനത്ത് 1000-ന്റെ സ്ഥാനത്തെ അക്കത്തിൻ്റെ 1000-ന്റെ സ്ഥാനത്തുള്ള നമ്പറിൻ്റെ ഡബിളാണ്, ഇരട്ടിയാണ് എന്ത്, 1-ന്റെ സ്ഥാനം അല്ലേ. ഇപ്പോൾ 1000-ന്റെ സ്ഥാനത്തെ അക്കെന്ന് പറഞ്ഞപ്പോൾ 1 ആ 1-ന്റെ സ്ഥാനം എന്തായിരിക്കും, 2 ആയിരിക്കും അല്ലേ. ഇനി 1000-ന്റെ സ്ഥാനം ഇപ്പോൾ 4 വിചാരിച്ചോ, അപ്പോൾ 1-ന്റെ സ്ഥാനം 8 ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ 1000-ന്റെ സ്ഥാനത്തെ അക്കത്തിൻ്റെ ഇരട്ടിയാണ് എന്ത്, 1-ന്റെ സ്ഥാനത്തെ അക്കം അല്ലേ. പിന്നെ അടുത്ത എന്താണ്, ദ നമ്പർ ഇൻ ദ ടെൻസ് പ്ലേസ് ഈസ് ഹാഫ് ഓഫ് ദ നമ്പർ ഇൻ ദ തൗസൻഡ്സ് പ്ലേസ്. പിന്നെ എന്താണ്, 1000-ന്റെ സ്ഥാനത്തിൻ്റെ അക്കത്തിൻ്റെ പകുതിയാണെന്ത്, 10-ന്റെ സ്ഥാനത്തിൻ്റെ അക്കം. 1000-ന്റെ സ്ഥാനത്തിൻ്റെ അക്കത്തിൻ്റെ പകുതിയാണെന്ത്, 10-ന്റെ സ്ഥാനത്തിൻ്റെ അക്കം അല്ലേ. ഇനിയിപ്പോൾ 1000-ന്റെ സ്ഥാനം ഇപ്പോൾ ഞാൻ പറഞ്ഞത് 4 എന്താണ്, 10-ന്റെ സ്ഥാനം എന്താ, 2 ആയിരിക്കും, അതിൻ്റെ പകുതിയാണ് അല്ലേ. ഇനി അക്കങ്ങളുടെ തുകയും കൂടി പറഞ്ഞിട്ടുണ്ട് അല്ലേ. ദ സം ഓഫ് ദ ഡിജിറ്റ് ഈസ് 19 അല്ലേ. ഡിജിറ്റിൻ്റെ തുക എന്താണ്, അക്കങ്ങളുടെ തുക 19 ആണ്. സംഖ്യ ഏതാണെന്ന് ചോദിച്ചത്, 4,000-നും 5,000-നും 4,000-നും 5,000-നും ഇടയിലുള്ള സംഖ്യയാണ് അല്ലേ.
അപ്പോൾ ഒന്ന് അപ്പോൾ എന്താണ് 4000ൻ്റെയും 5000ൻ്റെ ഇടയിലാണ് അറിഞ്ഞത്. അപ്പോൾ എന്തെന്നാലും 4 ആയിരിക്കുമല്ലോ ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് അല്ലേ. ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് എന്താണ് 4 ആയിരിക്കും. ഓക്കെ, ആദ്യത്തെ നമ്പർ 4 ആയിരിക്കും. ദെൻ പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്പർ ഇൻ ദ വൺസ് പ്ലേസ് ഈസ് ഡബിൾ ദ നമ്പർ ഇൻ ദ തൗസൻഡ്സ് പ്ലേസ്. അപ്പോൾ തൗസൻഡ്സ് പ്ലേസ് അല്ലേ, അപ്പോൾ 1000 പ്ലേസ് പറയുന്ന 4 തന്നെയല്ലേ. അപ്പോൾ ഇതിൻ്റെ എന്താണ് ഡബിൾ ആയിരിക്കും എന്ത് വൺസ് പ്ലേസ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ 1000 എത്ര നമ്പർ ഉണ്ടാവും 100, പിന്നെ 3 പിന്നെ 10 1 അല്ലേ, ഇത്രയും നമ്പർ ഉണ്ടാവില്ലേ 1000ന് അത് വരുമ്പോൾ. ഓക്കെ, അപ്പോൾ വൺസിൻ്റെ പ്ലേസിൽ എന്താണ് ഈ 1000ൻ്റെ ഡബിൾ ആയിരിക്കും എന്ന് പറഞ്ഞത്. അപ്പോൾ 4ൻ്റെ ഡബിൾ എത്രയാണ് 8 അല്ലേ. 4ൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് എത്രയാണ് 8 ആണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ 8 എന്ന് എഴുതാം. ഓക്കെ, ദെൻ ഇവിടെ ദ നമ്പർ ഇൻ ദ ടെൻസ് പ്ലേസ് ഈസ് ഹാഫ് ഓഫ് ദ നമ്പർ ഇൻ ദ തൗസൻഡ്സ് പ്ലേസ്. അപ്പം ടെൻസ് പ്ലേസ് ഇതാ ഇവിടെയാണ് വരുന്നത് കേട്ടോ. അതെന്താ പറഞ്ഞിരിക്കുന്നത് 1000 പ്ലേസിൽ ഉള്ളതിൻ്റെ ഹാഫാണ് ടെൻസ് പ്ലേസ്. അപ്പോൾ 4ൻ്റെ 1000 പ്ലേസ് പറയുമ്പോൾ 4 അല്ലേ. 1000ൻ്റെ ഇതെന്ന് പറയുന്നത് 4 അല്ലേ. 4ൻ്റെ പകുതി പറഞ്ഞാൽ അത്രയും 2. അപ്പോൾ ടെൻസിൻ്റെ സ്ഥലവും കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്താ പറഞ്ഞത് സം ഓഫ് ഡിജിറ്റ് 90 എന്ന് പറഞ്ഞു അല്ലേ. എല്ലാം കൂടി കൂട്ടിയാൽ എന്താ 19 കിട്ടും അല്ലേ തുക. അക്കങ്ങളുടെ തുക 19 ആണ്. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി എത്രയാണ് കിട്ടുക നോക്കാം ആദ്യം. എന്നിട്ട് അതിനോട് ഈ 19 നമുക്ക് കുറച്ചാൽ മതി. അപ്പോൾ 100 സ്പേസും കിട്ടും കേട്ടോ. അപ്പോൾ 8 2 10, 10 4 14 അല്ലേ. ഇനി 19 14 കുറച്ചാൽ എത്ര 5. അപ്പോൾ എന്താണ് 5 ആണ് എന്ത് നമ്മളെ എന്ത് 100 പ്ലേസ് അല്ലേ. അപ്പോൾ നമ്മളെ ഉത്തരം എന്താ വരിക 4528 അല്ലേ. 4528 ആണ് വരിക കേട്ടോ. ഓക്കെ ഓക്കെ, എത്രയാണ് 4528 ആണ് വരിക കേട്ടോ. 4528. ഓക്കെ, 4528 ആണ് വരിക. നെക്സ്റ്റ് എന്താണ് ഫൈൻഡ് ദ നമ്പർ. ഇനി നമ്പർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. സ്റ്റാർട്ടിങ് ഫ്രം 9999 ഇഫ് യു സബ്ട്രാക്ട് 1000 അഗെയിൻ ആൻഡ് അഗെയിൻ വാട്ട് ഷുഡ് ബി ദ 8th നമ്പർ. അപ്പം എന്താ ചോദ്യം എന്ന് പറഞ്ഞത് നോക്കിയേ. 9999 എന്ന സംഖ്യയിൽ നിന്ന് 1000 വീതം കുറഞ്ഞു വന്നാൽ 8ാമത് വരുന്ന സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചത്. എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്നും ഇങ്ങനെ എന്താക്കുക 999 നിന്ന് 1000 കുറയ്ക്കുക. പിന്നെ അങ്ങനെ കുറച്ച് വരുമ്പോൾ 8ാമത് വരുന്ന സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഏതായിരിക്കും. അപ്പോൾ എത്രയാണ് 1000 കുറയ്ക്കുമ്പോൾ 9999 1000 കുറച്ചാൽ 8999. അതിന് 1000 കുറച്ചാൽ എത്രയാണ് 7999. 7999 1000 കുറച്ചാൽ എത്രയാണ് 6999. പിന്നെ അതിന് 1000 കുറച്ചാൽ എത്രയാണ് 5999. പിന്നെ 4999 3999 2999 അല്ലേ. അപ്പോൾ 9999 8999 7999 6999 5999 4999 1000 കുറച്ച് വരികയാണ് 3999 2999 അല്ലേ. അപ്പോൾ 8 എന്ന കുറച്ചല്ലോ അല്ലേ. 1 2 3 4 5 6 7 8 അല്ലേ. അപ്പോൾ നമ്മളെ ആൻസർ എന്താണ് 2999 അല്ലേ. 2999. അപ്പോൾ 100 വീതമാണ് കുറയുന്നെങ്കിൽ 5ാമത് വരുന്ന സംഖ്യ ഏതാണ് 9999 100 ഇങ്ങനെ കുറച്ച് വരിക അല്ലേ. അപ്പോൾ എത്ര കിട്ടുക. അപ്പോൾ 9999 100 വർഷം എത്രയാണ് 9899. 9899 100 വർഷം 9799. 9799 100 വർഷം 9699. 9699 100 വർഷം 9599. 5ാമത്തെ എന്താ വെച്ചാൽ അപ്പോൾ എന്താണ് 9599. ഇത് നോക്കിയേ 9999 100 കുറച്ച് 9899. 9899 100 കുറച്ച് 9799. 9799 100 കുറച്ച് എത്രയാണ് 9699. 9699 100 കുറച്ച് എത്രയാണ് 9599 അല്ലേ. അപ്പോൾ 5ാമത്തെ എത്ര ഏതാ സംഖ്യ വരുന്നത് 100 കുറച്ചാൽ 9599 ആണ് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ മേക്ക് എ ക്വസ്റ്റ്യൻ ലൈക്ക് ദിസ് ആൻഡ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞില്ലേ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താണ് ഇതാ ഈ ചോദ്യം കൂടി ഇതാ ഈ 100ന് പകരം എന്താക്കുക 200 എന്ന് പറഞ്ഞ് എഴുതുക അല്ലേ. ഇഫ് യു സബ്ട്രാക്ട് 200 ഇൻസ്റ്റെഡ് വാട്ട് വുഡ് ബി ദ 5th എന്നുള്ളത് എന്താക്കുക 6th നമ്പർ എന്ന് ചോദിക്കുക അല്ലേ. എത്ര ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക അല്ലേ. വേണമെങ്കിൽ ഇവിടുന്ന് നോക്ക്. സ്റ്റാർട്ടിങ് ഫ്രം 9999 ഇഫ് യു സബ്ട്രാക്ട് 2000 അഗെയിൻ ആൻഡ് അഗെയിൻ വാട്ട് വുഡ് ബി ദ 4th നമ്പർ എന്നോ
അല്ലെങ്കിൽ 6th നമ്പറിനോ അങ്ങനെയൊക്കെ കൊടുക്കുക കേട്ടോ. എനിക്ക് എഴുതിക്കൂടെ? ഈ മലയാളത്തിലാണെങ്കിലോ നോക്കിയേ, 9999 എന്ന സംഖ്യയിൽ നിന്ന് എന്താണ് 2000 വീതം കുറഞ്ഞു വന്നാൽ 4ാമത് വരുന്ന സംഖ്യ എന്താണ് അങ്ങനെ ചോദിക്കുക. അല്ലെങ്കിലോ ഇനി 200 വീതമാണ് കുറയുന്നതെങ്കിൽ അല്ലെങ്കിൽ 300 വീതമാണ് കുറയുന്നതെങ്കിൽ 3ാമത്തെ സംഖ്യ ഏത്, അല്ലെങ്കിൽ 8ാമത്തെ സംഖ്യ ഏത്, വരുന്ന സംഖ്യ ഏതാന്നൊക്കെ അങ്ങനെയൊക്കെ ചോദിക്കുക അല്ലേ. തയ്യാറാക്കിക്കൂടെ? സിമ്പിളല്ലേ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, 7ാമത്തതാണ്. Among the number between 1000 and 1100, how many numbers end in 0? എന്താണ്? 1000നും 1100നും ഇടയിൽ 0ത്തിൽ അവസാനിക്കുന്ന എത്ര സംഖ്യകളുണ്ട്? 1000നും 1100നും 0ത്തിൽ അവസാനിക്കുന്ന സംഖ്യ എത്ര അല്ലേ? അപ്പോൾ 1000, പിന്നെ 1010, 1020, 1030, 1040, 50, 60, 70, 1080, 1090, 1200 അല്ലേ. ഓക്കെ, 1010, 1020, 1030, 1040, 1050, 1060, 1070, 1080, 1090, 1100. നോക്കൂ, 1000, 1010, 1020, 1030, 1040, 1050, 1060, 1070, 1080, 1090, 1100 അല്ലേ. ഓക്കെ, ഇങ്ങനെ എഴുതുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇഫ് വി റൈറ്റ് നമ്പേഴ്സ് ഫ്രം 1 to 50, how many times would we write 2? What if we write up to 100? If we count the 3's instead of 2's, what would the number be the same? അല്ലേ. അപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത്? 1 മുതൽ 50 വരെ എഴുതുമ്പോൾ 2 എത്ര തവണ എഴുതണം? പിന്നെ 100 വരെ ആയാൽ 2 എത്ര തവണ എഴുതണം? 2ന് പകരം 3 ആയാൽ ഒരേ എണ്ണം തന്നെയാണോ? അങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നോക്ക്, 1 മുതൽ 50 വരെ ഒന്ന് എഴുതി നോക്കുക. അപ്പോൾ 2 എത്ര തവണ വരുന്നുണ്ട്? 1 മുതൽ 1ൽ 2ൽ 1 വരുന്നുണ്ട് അല്ലേ. പിന്നെ 12, പിന്നെ 20, 20ൽ 2 0 അല്ലേ. ആദ്യമൊന്നും വരണമെന്നൊന്നുമില്ലല്ലോ, 1ൻ്റെ സ്ഥാനത്ത് 1ൻ്റെ സ്ഥാനത്ത് വരണമെന്നൊന്നുമില്ല അല്ലേ. അപ്പോൾ 20, പിന്നെ 21, 22, 23, 24, 25, 26, 27, 28, 29, 29 അല്ല. പിന്നെ 22ൽ 2 എണ്ണം വരുന്നുണ്ട് കേട്ടോ, അതൊക്കെ. പിന്നെ 32, 42, 52, 62, 72, 82, 50 വരെ ആകുമ്പോൾ 42 വരെ മതി. പിന്നെ 100 വരെ ആയാലോ എന്ന് ചോദിക്കുമ്പോൾ എന്താണ്? 62, 72, 82, 92 വരെ എഴുതുക അല്ലേ. ഇനി 2ന് പകരം 3 ആയാൽ ഒരേ എണ്ണം തന്നെയാണോ ചോദിക്കുക. അതേപോലെ തന്നെ 3ൻ്റെ നോക്കുക, 3. പിന്നെ അതുപോലെ എന്താണ് 13, 23, 23, പിന്നെ 30, 31, 32, 33, 34, 35, 36, 37, 38, 39, പിന്നെ 43, 53, 63, 73, 83, 93 അല്ലേ. അങ്ങനെയൊക്കെ എഴുതാം. അപ്പോൾ നമുക്ക് എന്താ 2, 12 ഇങ്ങനെ എഴുതുക അല്ലേ. അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, പിന്നെ 5, 6, 22ൽ 2 2 ഉണ്ട്. അപ്പോൾ 6, 7, 8, 9, 10, 11, 12, 13, 14, 15 എണ്ണം അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക, ഇവിടെ എത്രയാണ്? 1 മുതൽ 50 വരെ 2 എഴുതുമ്പോൾ എത്ര? 15 അല്ലേ, 15 അല്ലേ. അപ്പോൾ ഇവിടെ എത്രയാണ്? 15 എന്ന് എഴുതാം നമുക്ക് കേട്ടോ. ഇവിടെ 15 എഴുതുക, 15. ഇനി വാട്ട് ഇഫ് വി റൈറ്റ് അപ്പ് ടു 100? 100 വരെ ആയാലോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ എത്രയാണ്? 100 വരെ ആകുമ്പോൾ ഇവിടുന്ന് 2, 12, 20, 21, 22, 23, 22ൽ എത്ര ഉണ്ട്? 2 അല്ലേ. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20 എണ്ണം അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം, അവിടെ 20 എണ്ണമാണ് ഇവിടെ ഉണ്ടാവുക അല്ലേ. 100 വരെ ആണെങ്കിൽ 2 എണ്ണം എത്ര ഉണ്ടാവും? 20 എണ്ണം ഉണ്ടാവും അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താ അടുത്തത്? ഇഫ് യു കൗണ്ട് ദ 3's ഇൻസ്റ്റെഡ് ഓഫ് 2's, വുഡ് ദ നമ്പർ ബി ദ സെയിം അല്ലേ. അപ്പോൾ എന്താണ്? 2ന് പകരം 3 ആയാൽ ഒരേ എണ്ണം തന്നെയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നോക്കി നമുക്ക് 3, 13, 23, 30, 31 അങ്ങനെ എഴുതുമ്പോൾ എത്രയായി? 3, 1, 2, 3, 4, 5, 6, പിന്നെ ഇവിടെ 7, 8 അല്ലേ. 33ൽ 2 3 ഇല്ലേ. 8, 9, 10, 11, 12, 13, 14, 15 എണ്ണം അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം, അവിടെ 15 2ന് പകരം 3 ആയാൽ 15. ഓക്കെ, ഇപ്പോൾ അവിടെ 15 എന്ന് എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കിയാൽ എന്താണ്? ഇൻവെസ്റ്റിഗേഷൻ ആണ് കേട്ടോ. റൈറ്റ് ഓൾ 2-digit നമ്പർ ദാറ്റ് ക്യാൻ ബി ഫോംഡ് വിത്ത് ദ ഡിജിറ്റ് 1 and 2 വിത്തൗട്ട് റിപ്പീറ്റേഷൻ, കൗണ്ട് ദം ആൻഡ് റൈറ്റ് ദെയർ നമ്പേഴ്സ്. എന്താണ്? 1, 2 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് അക്കങ്ങൾ ആവർത്തിക്കാതെ എഴുതാവുന്ന എല്ലാ 2 അക്ക സംഖ്യകളും എഴുതുക. സംഖ്യകളുടെ എണ്ണം എഴുതുക അല്ലേ. 1, 2 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് എന്താണ്? അക്കങ്ങൾ ആവർത്തിക്കാൻ പാടില്ല, ഇത് എല്ലാ 2 അക്ക സംഖ്യ അല്ലേ. അപ്പോൾ നോക്കി നമുക്ക് ആദ്യം 1, 2 അല്ലേ. അപ്പോൾ ആദ്യം 1, 12 എഴുതുക. 2 അക്ക സംഖ്യയാണ് 12. ഇനി അടുത്തത് എന്താണ്?
21 എഴുതുക. ആവർത്തിക്കാൻ പാടില്ല അല്ലേ? ഇനി എഴുതാൻ പറ്റുമോ? ഇത്രയും എഴുതാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ നമുക്ക് എന്താക്കാം, എണ്ണം 1 2 രണ്ടെണ്ണമാണ് അല്ലേ? അക്കങ്ങളുടെ സംഖ്യകളുടെ എണ്ണം എത്രയാണ്? 2 എണ്ണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 1 2 3 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് അക്കങ്ങൾ ആവർത്തിക്കാതെ എഴുതാവുന്ന എല്ലാ 3 അക്ക സംഖ്യകളും എഴുതുക. സംഖ്യകളുടെ എണ്ണം എഴുതുക അല്ലേ? 1 2 3 അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം 123 എഴുതാം അല്ലേ? ഓക്കെ. അപ്പോൾ എത്രയാണ്? 123 132 അല്ലേ? 123 132 213 231 312 321 അല്ലേ? 123 132 213 231 312 321 അല്ലേ? അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 എണ്ണം അല്ലേ? അപ്പോൾ എത്ര എണ്ണം എഴുതാം? 6 എണ്ണം. അപ്പോൾ 1 2 3 4 വെച്ചിട്ട് എഴുതുമ്പോൾ നമ്മൾ എന്താണ്, ആദ്യം 1 തുടങ്ങുന്നൊക്കെ ഇങ്ങോട്ട് എഴുതുക. ഇങ്ങനെ എഴുതുക. 2 തുടങ്ങുന്ന എഴുതുക, 3 തുടങ്ങുന്ന എഴുതുക, 4 തുടങ്ങുന്ന എഴുതുക അല്ലേ? 1 2 3 4 എല്ലാത്തിനും വരുന്നത് അല്ലേ? അപ്പോൾ ഇങ്ങനെ എഴുതുക അല്ലേ? അപ്പം മൊത്തം എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6. ഇത് 6 അല്ലേ? 1 2 3 4. അപ്പോൾ 6 4 എത്ര? 24 അല്ലേ? 24 സംഖ്യകൾ എന്താക്കുക, നമുക്ക് എഴുതാം. അപ്പോൾ 24 സംഖ്യകളാണ് നമുക്ക് എഴുതാൻ പറ്റുക അല്ലേ? എന്തെന്നെ. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻസും ഈ ചാപ്റ്ററും കഴിഞ്ഞു കേട്ടോ. ഓക്കെ. അടുത്ത ചാപ്റ്റർ ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. താങ്ക് യു.